കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നമ്മളുടെ സ്തോത്രം ചെയ്യുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും വിശ്വനാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റോമാലയത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കർത്താവിന്റെ വചനം അതിനെ ജ്ഞാനിയാക്കി തീർക്കുന്നതാണ്. പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തതുപോലെ നമ്മൾ കർത്താവിന്റെ വചനം പഠിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണം. ഒപ്പം അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കത്തക്ക നിലയിലേക്ക് നമ്മൾ ആത്മീയമായി പ്രബുദ്ധരായി തീരണം. അതാണ് ദൈവവചന പഠനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനായിട്ട് കർത്താവ് എല്ലാവരും സഹായിക്കും. മൂന്നാമത്തെ പ്രധാന ശിക്ഷത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ ദർശനം. മൂന്നാമത്തെ പ്രധാന ശീർഷകം വിശ്വാസപരമായ നീതീകരണത്തിനായിട്ടുള്ള ദൈവിക കരുതൽ. അതിലൊന്നാമത്തെ ഉപശീർഷകം വിശ്വാസത്താലുള്ള നീതീകരണം. രണ്ടാമത്തേതാണ് അബ്രഹാമിന്റെ ദർശനം. അപ്പോൾ ദൈവം വിശ്വാസത്താലാണ് യേശുക്രിസ്തു മുഖാന്തരം മാനവവർഗത്തെ നീതീകരിക്കുന്നത്, ആത്മരക്ഷ നൽകുന്നത്, പാപവിമോചനം നൽകുന്നത് എന്ന അതിപ്രധാനമായ ഒരു ഭാഗം 3-ാം അധ്യായത്തിൽ 21 മുതൽ 31 വരെയുള്ള അധ്യായത്തിലൊടുവിലത്തെ ഭാഗം വരെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു ദൃഷ്ടാന്തമായിട്ട് അബ്രഹാമിനെ യഹൂദന്മാരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ കൊണ്ടുവന്നിരിക്കും. അപ്പൊ അബ്രഹാമിന്റെ ദൈവം എങ്ങനെയാണ് നീതീകരിച്ചത്? 3 കാര്യങ്ങൾ നമ്മൾ 4-ാമത്തെ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടങ്ങി വെച്ചു. എങ്ങനെയൊക്കെയാണ് നീതീകരിച്ചത്? അബ്രഹാം പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകിയില്ല. പിന്നെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. 1 മുതൽ 6 വരെയുള്ള വാക്യം. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം പരിച്ഛേദന കൂടാതെ വിശ്വാസത്താൽ അല്ലെങ്കിൽ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ്? അബ്രഹാം ന്യായപ്രമാണം കൂടാതെ വാഗ്ദത്തത്താൽ അവകാശം പ്രാപിച്ചു. അബ്രഹാം ന്യായപ്രമാണം കൂടാതെ വാഗ്ദത്തത്താൽ അവകാശം പ്രാപിച്ചു. 13 മുതൽ 16 വരെയുള്ള വാക്യം നമ്മൾ വിശദീകരിച്ചതാണ്. വീണ്ടും അങ്ങോട്ട് പോകുന്നത്. 4-ാമത്തേത് അബ്രഹാം പുനരുത്ഥാന ശക്തിയാൽ നീതീകരിക്കപ്പെട്ടു. അബ്രഹാം പുനരുത്ഥാന ശക്തിയാൽ നീതീകരിക്കപ്പെട്ടു. 17 മുതൽ 25 വരെയുള്ള വാക്യം. 17 മുതൽ 25 വരെയുള്ള വാക്യം. നമുക്ക് 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും 4-ാം അധ്യായം 17 മുതൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിൽ തന്നെ. നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ നമ്മള് അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുക. അബ്രഹാം നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതുണ്ട്. അബ്രഹാം നമ്മുടെയും പിതാവാണ് അല്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും അവിടെ പറയാൻ കാരണം എന്താ? എല്ലാവർക്കും നമ്മളെ 3-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തെന്ന് പറയുന്നതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടല്ലോ. ആ അർത്ഥമാണ് ഇവിടെ. നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ ആർക്കൊക്കെ?
ബ്രദർ പറഞ്ഞു, യഹൂദന്മാർക്കും ജാതികൾ ഉള്ളതാണ് പറഞ്ഞത്. അവർക്ക് പറയട്ടെ, യഹൂദന്മാർക്കും ജാതികൾക്കും. കുറച്ചും കൂടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അഗ്രഗണ്യകൾക്കും പരിച്ഛേദനക്കാർക്കും, പരിച്ഛേദന ഏറ്റവർക്കും ഏൽക്കാത്തവർക്കും എല്ലാവർക്കും അബ്രഹാമാരാണ് പിതാവായിത്തീരും. എപ്പോൾ? മുകളിൽ നമ്മൾ പറഞ്ഞതാണ്, എപ്പോൾ ഒരാൾ അബ്രഹാമിന്റെ വിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ, അംഗീകരിക്കുമ്പോൾ. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയാണ്? പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. പരിച്ഛേദന കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അബ്രഹാം ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കും. ഇവിടെ നാലാമത്തെ കാര്യം 17 മുതലുള്ള വാക്യങ്ങളിൽ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി യുവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ മക്കളുണ്ടാകുവാനുള്ള സാധ്യതയില്ല. അസാധ്യങ്ങൾ ആണ് മുമ്പിലുള്ളത്, യാഥാർത്ഥ്യമായിട്ടുള്ളതെങ്കിലും ദൈവത്തിന്റെ വാക്കിൽ എന്ത് ചെയ്തു? വാഗ്ദത്തത്തിൽ എന്ത് ചെയ്തു? അതാണ് അടുത്ത വാക്കിൽ പറയുന്നുണ്ട്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയ തന്റെ ശരീരം നിർജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ 17 വാക്യത്തിന് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ആരും മരിച്ചൊന്നും പോയിട്ടില്ല. പിന്നെ നിർജീവമായ തന്റെ ശരീരം, ഒരു പുത്രോത്പാദനത്തിനുള്ള ജീവൻ തന്റെ എന്താണ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഇല്ല. ഇപ്പോൾ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷണിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ദൈവം മരിച്ചതിനെ ജയിപ്പിക്കാൻ കഴിവുള്ളവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനുമായതുകൊണ്ട് ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവശക്തിയിലും എന്ത് ചെയ്തു? വിശ്വാസത്തിന് ഞാനൊരു നിർവചനം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്നാ പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ ഞാനെന്നോരും പറയാം. ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവശക്തിയിലും സമ്പൂർണമായി ആശ്രയിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നാളെ എനിക്ക് കാറ് കിട്ടും, അതല്ല. ഞാൻ എൻ്റെ വാലല്ല തലയാക്കും, അതല്ല. പിന്നെന്താ? ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലുമുള്ള സമ്പൂർണമായ ആശ്രയമാണ്. അങ്ങനെയാണ് അബ്രഹാം വിശ്വസിച്ചത്. ദൈവത്തിന്റെ സർവശക്തിയിലും പരമാധികാരത്തിലും വിശ്വസിച്ചു. ദൈവത്തിന് പുനർജീവിപ്പിക്കാനായിട്ട് കഴിയും, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താനായിട്ട് കഴിയും എന്ന് താൻ വിശ്വസിച്ചു. നീ ബഹുജാതികൾക്ക് പിതാവാകും, അനേക മക്കളുടെ അപ്പനായി തീരും എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറിയിട്ടില്ല. അപ്പോൾ ദൈവം പറയുന്നതിന്റെ പേര് മാറ്റി എന്താക്കുക? അബ്രഹാം എന്നുള്ളത് അബ്രഹാം എന്നാക്കുക, സാറായി എന്നുള്ളത് സാറ എന്നാക്കുക. നിന്റെ ഭാര്യ സാറ തന്നെ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനായിരിക്കും അവകാശി. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം സ്പെസിഫിക് ആയിട്ട് ദൈവം പറഞ്ഞപ്പോൾ അതിൽ അബ്രഹാം ചെയ്തു? ജീവിപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ ജീവിപ്പിക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ താഴേക്ക് വായിച്ചത് 20-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ
വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പൊ നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത്? അതോടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുക്രിസ്തുവിന്റെ മരണ അടക്കം പുനരുദ്ധാനത്തിലാണ് നമ്മളുടെ നീതീകരണം, നമ്മുടെ രക്ഷ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയം എന്തായിരുന്നു? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, നസ്രായനായ യേശു ചെയ്തു ഉയർത്തെഴുന്നേറ്റു. നസ്രായനായ യേശു ഉയർത്തെഴുന്നേറ്റ് എന്നാൽ അവൻ തന്നെയാണ് കർത്താവും ക്രിസ്തുവും, അല്ലെ? നിങ്ങൾ മരത്തിൽ തറച്ചു കൊന്നവനായ യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. എങ്ങനെ? ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. അത് നമ്മൾ അനേക പ്രാവശ്യം അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്ന ഒരു പ്രയോഗമാണ്. ഞങ്ങൾ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷികളാവുന്നു. അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഒന്നുവരുടെ മനഃജാതി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോസ്തലൻ തന്നെ. എന്താ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ് ക്രിസ്തു വിശ്വാസികളുടെ നീതീകരണത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. അപ്പൊ ഇവിടെ ആ പോർഷൻ എടുക്കുക, ആ ഒരു ഭാഗം എടുക്കുക. അബ്രഹാം ദൈവം ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്ന് ചെയ്തു, വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. അപ്പോൾ എന്ത് വേണം? യേശുക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുന്നവർ അതെന്ത് ചെയ്യണം? വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചതുപോലെ. അബ്രഹാം വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അല്ലെ? എങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ? 22-ാം വാക്യം. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാണ്. അതെന്താക്കി പറഞ്ഞു? കാരണം അബ്രാഹാമിനെ ദൈവം വിളിച്ചപ്പോൾ വിനസോദരനുണ്ട്, പ്രിൻസുകളുണ്ട്, സഹോദരനുണ്ട്, നെറ്റോറുണ്ട്, ഞാനുണ്ട്, നമ്മളെല്ലാവരും ദൈവം ചെയ്തിട്ടുണ്ട്, മുൻകണ്ടിട്ടുണ്ട്. നിന്നിൽ സകലജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം മുൻകൂട്ടി അറിയിച്ചു എന്നാണ് ഗലാത്യലേഖനം 3:7-8 വാക്യങ്ങളൊന്ന് വായിച്ചത്. അപ്പോൾ അതിൽ ദൈവം മുൻകണ്ടിട്ടുണ്ട്. എന്ത്? അബ്രാഹാമിന്റെ ശരീരത്തെ പുനർജീവിപ്പിച്ചതുപോലെ, സാറയുടെ ഗർഭപാത്രത്തെ ജീവിപ്പിച്ച് പുത്രോത്പാദനത്തിന് ശക്തീകരിച്ചതുപോലെ മരണത്തിൽ നിന്ന് പുത്രനെ, അതെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാനുള്ള ഒരു സംവിധാനമാണ് ദൈവം ഒരുക്കിയത്. അപ്പോൾ അബ്രാഹാം വിശ്വസിച്ചതുപോലെ ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവശക്തിയിലും ഒരാൾ സമ്പൂർണമായി വിശ്വസിക്കുമ്പോൾ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവന്റെ വാഗ്ദത്തത്തിങ്കൽ സംശയിക്കാതെ, അല്ലെ? 19-ാം വാക്യം, 20-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്. എന്തിനാണ് ഇവിടെ പറഞ്ഞു? അബ്രാഹാമിന്റെ ദൃഷ്ടാന്തത്തിൽ ഇവിടെ പറഞ്ഞത് റോമാലയത്തിന്റെ വിഷയമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ പറഞ്ഞു, ചിന്തിച്ച്. നമ്മുടെ കൂടെ ആ ചിന്താശേഷി വർദ്ധിക്കട്ടെ ആത്മീയമായിട്ട്. എല്ലാവരുടെ ചിന്താശേഷി ഉണ്ട്. നമ്മുടെ രക്ഷയുമായിട്ട് നീതീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടാണല്ലോ അബ്രാഹാമിന്റെ ദൃഷ്ടാന്തം പറയുന്നത്. അപ്പൊ അബ്രാഹാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. IVF ട്രീറ്റ്മെന്റിന് പോയോ? ഇല്ലല്ലോ, ഇല്ല. ഒരു ട്രീറ്റ്മെന്റിനും ഇല്ല, ഞാൻ പറയുക. ഒരു ട്രീറ്റ്മെന്റിനും പോയില്ല. ദൈവം സാധ്യതയില്ല. കാരണം രണ്ടുപേരും നിശ്ചയമായി തീർന്നു. രണ്ടുപേരുടെയും സന്താനോത്പാദനത്തിനുള്ള സംവിധാനങ്ങളെല്ലാം നിർജ്ജീവമായി തീർന്നു. സാധ്യതയില്ല. പക്ഷെ ദൈവത്തിന് സാധിക്കുമെന്നെന്ത് ചെയ്തു? ദൈവത്തിന്റെ വാക്കിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. വാഗ്ദത്തത്തിങ്കൽ
സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. അപ്പൊ ഇതിവിടെ ഈ രക്ഷയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാ പറഞ്ഞാട്ട് എന്താ വാഗ്ദത്തം? ആരാ വാഗ്ദത്തം? ക്രിസ്തുവാണ് വാഗ്ദത്തം. ആ ക്രിസ്തുവിനെ അയച്ച് മാനവർഗത്തെ രക്ഷിക്കാമെന്ന് 100 കണക്കിന് വാഗ്ദത്തങ്ങൾ എവിടെയുണ്ട്? നമ്മൾ അനുഭവിച്ച് പറഞ്ഞതാ. എവിടെയുണ്ട്? പഴയ നിയമത്തിലുണ്ട്, ന്യായപ്രമാണത്തിലുണ്ട്. ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ പറഞ്ഞു തൊഴികെ ഞാനൊന്നും പ്രസംഗിച്ചിട്ടില്ല എന്നാണ് പൗലോസ് തന്റെ വിചാരണ വേളയിൽ പറഞ്ഞത്. അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനമുണ്ട് എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലന്മാരോ യേശുവോ ശിഷ്യന്മാരോ പെന്തക്കോസ്തുകാരോ കണ്ടുപിടിച്ചതല്ല വിശ്വാസത്താലുള്ള നീതീകരണം. ബ്രദറുകാരുടെ സംഭാവനയല്ല. ബ്രദറുകാരെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ബ്രദറുകാരുടെ സംഭാവനയല്ല. ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ വേര് കിടക്കുന്നത് വാഗ്ദത്തങ്ങളിലാണ്. പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളിലാണ്. ആ വാഗ്ദത്തം എന്താണ്? ദൈവം മാനവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരുവനെ അയക്കുമെന്നും അവൻ സകലരുടെയും പാപത്തിന് ശിക്ഷ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുമെന്നും എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൽ ഒരാൾ സംശയിക്കാതെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ സംശയിക്കാതെ വിശ്വസിച്ചാൽ അവൻ നീതീകരിക്കപ്പെടും. സംശയിക്കുന്ന ആളെന്ത് ചെയ്യും? എന്തേ? കർമ്മം ചെയ്യും. സംശയിക്കുന്ന അതാണ് ഇവിടുത്തെ 4 പോയിന്റുകൾ. അബ്രഹാം പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തി വേണ്ട. സംശയിക്കുന്ന ഞാനൊന്നും ചെയ്യണ്ടേ, പാപമോചനത്തിന് ആത്മരക്ഷയ്ക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ നന്നായി ജീവിക്കണമെന്ന്. അയ്യോ നന്നായി ജീവിക്കണം, പക്ഷെ പാപമോചനത്തിന് വേണ്ടി ചെയ്യണ്ട, നന്നായി ജീവിക്കണം. അതിന് സംവിധാനം ദൈവം ഒരുക്കി. അതിൽ നീ എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. അബ്രഹാം വിശ്വസിച്ചതുപോലെ. പ്രവൃത്തി വേണ്ട, ന്യായപ്രമാണം വേണ്ട, ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ട, നോമ്പ് വേണ്ട, തീർത്ഥാടനങ്ങൾ വേണ്ട, ഒരു കായക്ലേശവും ചെയ്യുന്ന 5 പൈസ മുടക്കണ്ട. എല്ലാം ദൈവത്തിന്റെ കൃപയിലും നിന്റെ വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായി ദൈവം ഒരുക്കി. അപ്പം പുനർജീവിപ്പിക്കാൻ ആദവൻ കൂടെ നിന്റെ ജീവിതത്തിൽ വന്ന മരണത്തെയും മാറ്റി നിന്നെ വീണ്ടും ചെയ്യിപ്പിച്ച് ദൈവസന്നിധിയിൽ ജീവനുള്ളവനായി നിത്യജീവനുള്ളവനായി ഉള്ളവളാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചാൽ എന്ത് ചെയ്യാം? എന്ത് ചെയ്യില്ല? പരിശോധന വേണ്ട, ന്യായപ്രമാണം വേണ്ട, കർമ്മം വേണ്ട, ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ട, തീർത്ഥാടനങ്ങൾ വേണ്ട, മരണാനന്തര കർമ്മങ്ങൾ വേണ്ട. അപ്പൊ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസമില്ല. അബ്രഹാം വിശ്വസിച്ച പോലെ ഒരു വിശ്വാസം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം, അബ്രഹാമിന് നീതിയായി കണക്കിട്ടതുപോലെ ഒരു വിശ്വാസം, അത് അവനെ വിചാരിച്ച് മാത്രമല്ല നിങ്ങളെയും കൂടെ വിചാരിച്ച്. എങ്ങനെ വിചാരിച്ച്? നമ്മുടെ അതിക്രമങ്ങൾക്കായി മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായി, കേട്ടോ, അതിക്രമങ്ങൾക്കായി മരിച്ച് നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കൂടെ, വിശ്വസിക്കുന്നവർക്ക് അവനെ മരിച്ചവർക്ക് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്നവർക്കും കൂടെ കണക്കിടുവാൻ അത്രേ എന്നാണ്. ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം. 3-ാമത്തെ ഉപശീർഷകമാണ്. 3-ാമത്തെ പ്രധാന ഹെഡിങ്ങിൽ, മെയിൻ ഹെഡിങ്ങിൽ 3-ാമത്തെ ഉപശീർഷകം. 1-ാമത്തേത് വിശ്വാസങ്ങളുടെ നീതീകരണം, 3-ന്റെ 21 മുതൽ 31 വരെ. 2-ാമത്തേത് 4-ാം അധ്യായം, 4-ാം അധ്യായത്തിൽ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, അബ്രഹാമിന്റെ ദൃഷ്ടാന്തം. 3-ാമത്തേത് വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ വിശദീകരണം, അല്ലെങ്കിൽ അതെ, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ വിശദീകരണം. 5-ാം അധ്യായത്തിൽ 1 മുതൽ 21 വരെയുള്ള വാക്യം. വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ
വിശദീകരണം. 5-ാം അധ്യായത്തിൽ 1 മുതൽ 21 വരെയുള്ള വാക്യം. അതിൻ്റെ ആദ്യത്തെ ഉപശീർഷകമാണ് നീതീകരണത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. നീതീകരണത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യം. നീതീകരണത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. നമുക്ക് നോക്കാം നീതീകരണത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. നീതീകരണത്തിൻ്റെ ഒരു പൊതുവായ ഒരു വിശദീകരണമാണ് 5-ാം അധ്യായം. എന്താണ് നീതീകരണം, എന്തുകൊണ്ടാണ് നീതീകരണത്തിൻ്റെ ആവശ്യകത എപ്പോഴാണ് വന്നത്, അതെങ്ങനെയാണ് ദൈവം ആ നീതീകരണത്തെ സാധ്യമാക്കി തീർത്തത് എന്നെല്ലാമുള്ള കാര്യമാണ് 5-ാം അധ്യായത്തിലുള്ളത്. ഒപ്പം നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ 11 വാക്യങ്ങൾ പറഞ്ഞിരിക്കുക. എന്തെല്ലാമാണ് നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ? 1, 2, 3 കുറിപ്പുകളായിട്ട് നമുക്ക് നോക്കാം. വേഗത്തിൽ പറയാം. നമുക്കറിയാവുന്ന ഒരു ഭാഗമായതുകൊണ്ട് അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 5-ാം അധ്യായം 1-ാമത്. വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച 1-ാമത്തെ അനുഗ്രഹമാണെന്ത്? ദൈവത്തോട് സമാധാനം. ദൈവത്തോടുള്ള സമാധാനം. ആരോഗ്യം പറഞ്ഞു, if you want peace, you have to have peace with God. ദൈവത്തോട് സമാധാനം ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സമാധാനം അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പോൾ ദൈവത്തോട് സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? താഴെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. 10-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് അടുപ്പമൊന്നുമില്ല. ജനനശേഷമാണ് അവന്റെ ജീവൻ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അതുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ കർത്താവായ യേശുക്രിസ്തു മൂലം നാം ദൈവത്തെ പ്രശംസിക്കുകയും ചെയ്യും. 10-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇപ്പൊ എങ്ങനെയായിരുന്നു? ശത്രുത. എന്തുകൊണ്ട്? പാപനിമിത്തം. മനുഷ്യൻ അവസരം കിട്ടുമ്പോഴെല്ലാം സാത്താന്റെ, ദൈവത്തിന് ശത്രുവായ പിശാചിന്റെ പക്ഷം ചേർന്ന് ദൈവവിരോധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇനി അവസരം കിട്ടിയില്ലെങ്കിൽ അവസരം തേടി അത് ചെയ്യുന്നു. അങ്ങനെ പിശാചിന്റെ വശത്താണ്. പാപം ചെയ്യുമ്പോൾ അതിന്റെ വശത്താണ്, പിശാചിന്റെ വശത്താണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് വിരോധമായി, ദൈവവിരോധിയുടെ പക്ഷം ചേർന്ന് ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത് ശത്രുക്കളായിരുന്നപ്പോൾ ദൈവത്തോട് നിരപ്പുണ്ടായിരുന്നില്ല. നിരപ്പെന്നുള്ള വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. ദൈവത്തോട് എന്തില്ല? നിരപ്പില്ല. അതാണ് 1-ാം വാക്യത്തിൽ. ദൈവത്തോട് സമാധാനം ഇല്ല. ദൈവത്തോട് സമാധാനം ഇല്ല. പക്ഷെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ എന്ത് കിട്ടി? ദൈവത്തോട് സമാധാനം കിട്ടി. പ്രവൃത്തിയാലാണ് നീതീകരണമെങ്കിലോ നമ്മളിതിന്റെ മറുവശം ചിന്തിക്കണം. പ്രവൃത്തിയാലാണ് നീതീകരണം. മനുഷ്യന്റെ ഭാഗത്തുള്ള അവന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നീതീകരണം അല്ലെങ്കിൽ ആത്മരക്ഷയെങ്കിൽ എങ്ങനെയാണ്? നിരപ്പുണ്ടാവോ? ഒരിക്കലും സാധിക്കില്ല. ഒരിക്കലും. അപ്പൊ ഈ നിരപ്പ് ആര് വരുത്തിയതാണ്? മനുഷ്യൻ വരുത്തിയതല്ല. മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഒറ്റ കാര്യമുള്ളൂ. എന്താ? വിശ്വാസം. അപ്പൊ ഇവിടെ ആ 10-ാം വാക്യം പറയുന്നത് അവന്റെ പുത്രന്റെ മരണത്താൽ എന്നാണ്. പുത്രന്റെ മരണത്താൽ ദൈവത്തോട് എന്ത് വന്നു? നിരപ്പ് വന്നു. കൃപയാൽ നിരപ്പ് വന്നു. കൊലോസ്യർ 1:20 കൂടെ വായിക്കാം, എന്നിട്ട് മുന്നോട്ട് പോകും.
അറിയാവുന്ന ഭാഗം കാര്യം വിശദീകരണം ആവശ്യമില്ല. കൊലോസ്യർ 1:20 ഒന്നാമത്തെ 20 അവൻ ക്രൂശിൽ നിന്ന് രക്തമുണ്ട്, അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സ്വർഗത്തെയും അവനെ കൂടെ പിതാവ് ഭൂമിയിലുള്ളതിനെ സ്വർഗത്തിലുള്ളതിനെ എന്ത് ചെയ്തു? നിരപ്പിച്ചു. ആര് മുഖാന്തരം? അവൻ മുഖാന്തരം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കാരണം എന്ത് വന്നു? നിരപ്പ് വന്നു. ആ പ്രശ്നം നമ്മൾ പറയില്ലേ, എന്താ പ്രശ്നം? ആ പ്രശ്നം തീർത്തു. പാപപ്രശ്നം തീർത്തു. അയ്യോ, ഇപ്പോഴും പ്രശ്നമുള്ള പാപം ചെയ്യുന്നുള്ളൂ. പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ ആരാണ്? ക്രിസ്തുവിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി, ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധന്മാരായി, ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്തു ക്രിസ്തുവിൽ. അപ്പൊ ക്രിസ്തുവിൽ നമ്മളെ കാണുന്നത് വിശുദ്ധരായിട്ടാണ് കർത്താവ്. അപ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം താണു വന്നു. രണ്ട് എന്താ നമ്മൾ പറയില്ലേ, ആരും താഴാൻ വഴക്കുണ്ടാകുമ്പോൾ പറയുന്നല്ലേ. ഈ ശത്രുത വരുമ്പോൾ നമ്മൾ നിരപ്പിക്കാനായിട്ട് പോകുമ്പോൾ മീഡിയേറ്റേഴ്സ് പറയുന്ന ആരും എന്ത് ചെയ്യുന്നില്ല, താഴുന്നില്ല. ഒരാൾ ഇങ്ങനെ നിൽക്കുക, ഒരാൾ ഇച്ചിരി താഴ്ന്നു നിൽക്കുക. അപ്പൊ ഈ ഉയർന്നു നിൽക്കുന്ന ആളെന്ത് ചെയ്യണം? താണാനേ സാധിക്കുള്ളൂ. നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു ദൈവത്തിന്റെ നിലവാരത്തിലേക്ക്, ദൈവത്തിന്റെ നീതിയുടെ വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് വരാനായിട്ട്. സാധിക്കുമോ? ഒരിക്കലും സാധിക്കുന്നില്ല. അപ്പൊ ദൈവം ചെയ്തു, നീതി വിശുദ്ധിയും ദൈവം കുറച്ചില്ല, മറിച്ച് കർത്താവ് താണു, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താണ് നമ്മെ ദൈവനീതി ദൈവിക വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് നമ്മെ ഉയർത്തി. അങ്ങനെ എന്ത് ചെയ്തു? പിതാവിനോട്, ആ കൊലോസ്യർ 1:20 പിതാവ് താൻ മുഖാന്തരം ഭൂമിയിലുള്ളത് സ്വർഗത്തിലുള്ളതിനോട് എന്ത് ചെയ്തു? നിരപ്പിച്ചു. ദൈവത്തോട് സമാധാനം. ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്നത് 3 തരത്തിലെ സമാധാനം പറയുന്നു. ഒന്ന്, ദൈവമായിട്ടുള്ള സമാധാനം. നിരപ്പ് വന്നപ്പോൾ ദൈവമായിട്ട് എന്തില്ല? ശത്രുതയില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ കർത്താവേ നമ്മൾ സ്തോത്രം പറയും. നമ്മൾ പെട്ടെന്നൊരു ആന്തല് ആളല് വരുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സഹോദരനെ കുറിച്ചോ സൗകര്യത്തെക്കുറിച്ചോ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചോ ഒക്കെ ഒരു ആന്തല് ആളല് വരുമ്പോൾ പെട്ടെന്ന് കർത്താവേ, അതെന്താ? നമുക്ക് ആ ബന്ധമുണ്ട്, ആ ശത്രുത ഇല്ല, ശത്രുത മാറി, ദൈവത്തോട് നിരപ്പ് സമാധാനം വന്നു. ഇനി ദൈവത്തിൽ നിന്നുള്ള സമാധാനം, അത് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം എന്താ? ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേക്ക് പോകുന്നു. അത് അനുദിനവും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സമാധാനം. പിന്നെ മൂന്നാമത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സമാധാനമുണ്ട് അല്ലേ? അത് വിശദീകരിക്കാൻ പോയ കുറെ സമയം വേണ്ടി വരും. ഈ സമാധാനം ഉള്ളവർക്ക് എന്തുണ്ടാക്കാൻ പറ്റും? സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നത്, അവൻ എതിരാളി, ദൈവത്തിൻ്റെ എതിരാളി. ഇത് മാത്രമല്ല, അവൻ വീണവനും മറ്റുള്ളവരെ വീഴ്ത്തുന്നവനുമാണ്. അപ്പൊ ദൈവവുമായിട്ട് നിരപ്പും സമാധാനമുള്ള ഒരാൾക്ക് എല്ലായിടത്തും സമാധാനം അനുവർത്തിക്കാൻ സാധിക്കും, സമാധാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അവര് എന്തുകൊണ്ടാണ്? അവരാണ് ആര്? ദൈവത്തിന്റെ പുത്രന്മാർ. കാരണം അവർക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്, ദൈവത്തോട് നിരപ്പുണ്ട്, ദൈവമായിട്ട് സമാധാന ബന്ധമുള്ളത് കൊണ്ട് മനുഷ്യരുമായിട്ട് എന്തുണ്ട്? സമാധാന ബന്ധമുണ്ട്. ഈ കാര്യം പറഞ്ഞ്, ഈ നിരപ്പിന്റെ കാര്യം എഫെസ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്.
അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതേതാ ഇരുപക്ഷം? യഹൂദന്മാരും ജാതികളും. മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു, 2:11 മുതൽ വായിക്കുന്നു. എന്നിട്ട് പറയുന്നത് അവൻ ക്രൂശിച്ചെറിഞ്ഞ രക്തം കൊണ്ട് ശത്രുത്വം ഇല്ലാതാക്കി. ആര് തമ്മിലുള്ള ശത്രുത്വം? യഹൂദനും ജാതികളും തമ്മിലുള്ള ശത്രുത്വം. മനുഷ്യനും ക്രൂശിച്ചെറിഞ്ഞ രക്തം കൊണ്ട്, നമ്മൾ കൊലോസ്യർ 1:20 വായിച്ചാൽ ക്രൂശിച്ചെറിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്നാണ്. അപ്പൊ മനുഷ്യനും ദൈവമായിട്ട് ശത്രുത മാറ്റി. ക്രൂശിൽ ചെറിയ രക്തം കൊണ്ട് എന്റെയും നിങ്ങളുടെയും മധ്യത്തിലുണ്ടായിരുന്ന ശത്രുതയെ മാറ്റി. വല്ല ശത്രുത ഉണ്ടോ? എങ്ങനെ ശത്രുത? അങ്ങനെ ശത്രുത വരുന്നുണ്ടെങ്കിൽ അതായത് കുഴപ്പം നമ്മുടെ കുഴപ്പമാണ്. ആ കുഴപ്പത്തെ മാറ്റാൻ പറ്റുമെന്ന് താഴെയുള്ള വാക്യങ്ങൾ പറയുന്നു. അപ്പൊ ഒന്നാമത് വിശ്വാസത്താലുള്ള ജീവികരണം കൊണ്ട് മാത്രം ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണെന്ത്? ദൈവത്തോടുള്ള സമാധാനം, നിരപ്പെന്ന് പറയുന്നത്. അല്ല, പ്രവൃത്തിയാലാണെങ്കിൽ ഒരു മനുഷ്യനും ഒരിക്കലും ലഭിക്കില്ല. സാധ്യത ഉണ്ടോ? ലഭിക്കും. അവന് എങ്ങനെയാണ് ദൈവിക നിലവാരത്തിലേക്ക് സ്വയമായി പ്രവർത്തിച്ച് എത്താൻ കഴിയുക? എത്തുമോ? ഇല്ല. അത് നമുക്ക് ദാനമായിട്ട് നൽകിക്കൊണ്ട് ദൈവം തന്നെ നിരപ്പിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യും. രണ്ടാമത്തെ അനുഗ്രഹം, രണ്ടാമത്തെ വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരണത്താൽ ലഭിച്ച മറ്റൊരു അനുഗ്രഹമാണെന്ത്? കൃപയിലേക്കുള്ള പ്രവേശനം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇവിടെ ഈ കൃപയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ട ദൈവകൃപയെ കുറിച്ച് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്ന? ഇപ്പോ കൃപയിൽ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ കൃപ പ്രവർത്തിക്കുന്ന ദൈവകൃപയാൽ നടത്തപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കയറ്റി നിർത്തിയിരിക്കുക. നമ്മൾ വിശ്വസിച്ചപ്പോൾ ആ സംവിധാനത്തിനകത്താണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്തിനാലാണ്? കൃപയാൽ. രക്ഷിക്കപ്പെട്ടത് കൃപയാൽ. വിശുദ്ധ ജീവിതം നയിക്കുന്നത് രക്ഷിക്കപ്പെട്ടത് കൃപയാൽ. ഇനി നീ സൂക്ഷിച്ചോണം. നിനക്ക് കിട്ടിയ രക്ഷ നീ എന്ത് ചെയ്തോണം? സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടിലാകും. അങ്ങനെയാണോ? അല്ല, കൃപയുടെ സംവിധാനത്തിലേക്ക്, പ്ലാറ്റ്ഫോമിലേക്കാണ് കയറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് എബ്രായലേഖനം 4:16. അതുകൊണ്ട് എബ്രായലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് വാക്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. കാണാതെ പഠിച്ചില്ലേലും കൂടെ പറഞ്ഞാലും വായിച്ചൊക്കെ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. എടുത്തു. എബ്രായലേഖനം 4:16. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്യമല്ലേ? കിട്ടുന്നില്ലല്ലോ. പറഞ്ഞാട്ടെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഈ കൃപാസനം എവിടെയാണ്? പഴയ നിയമത്തിലെ ഒരു സംഭവമാണ് അല്ലേ? അതെവിടെ വെച്ചിരിക്കുന്നത്? സമാപന കൂടാരത്തില് 3 ഭാഗമുണ്ട്. അതിന് അതിവിശുദ്ധ സ്ഥലം, ആദ്യം പ്രാകാരം, സാധാരണ മനുഷ്യർ ചെല്ലുന്ന സ്ഥലം, പിന്നീട് വിശുദ്ധ സ്ഥലം. അവിടെ പുരോഹിതന്മാർ നിത്യേന ദിവസേന ചെല്ലാമെന്നാണ് എബ്രായലേഖനം 9 പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലുന്ന സ്ഥലം, അതെവിടെയാണ്? അതിവിശുദ്ധ സ്ഥലം. അവിടെ എന്തുണ്ടെന്നാണ് നിഗമനം? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്തുള്ളത്? കൃപാസനം വെച്ചിരിക്കുന്നത്. ദൈവ സാന്നിധ്യമുണ്ട്. അപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുക, പുതിയ നിയമ വിശുദ്ധന്മാരോട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരോട് പറയുകയാണ്, അതുകൊണ്ട് അവിടേക്ക് ഈ കൃപാസനം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത് എന്നും ചെല്ലാൻ പറ്റുമോ? ഇല്ല. മാസത്തിലൊന്ന് പറ്റുമോ?
ഇല്ല, ആണ്ടിലൊരിക്കൽ മാത്രം. അത് ആർക്കേ പറ്റൂ? മഹാപുരോഹിതൻ മാത്രം. അങ്ങനെ പോകുമ്പോൾ എന്ത് വേണം? രക്തം വേണം. ഒരു കയ്യിൽ ആട്ടുകൊറ്റന്റെ രക്തം ജനങ്ങളുടെ പാപത്തിന് വേണ്ടി, മറുകയിൽ കാളക്കിടാവിന്റെ രക്തം അത് തന്റെയും കുടുംബത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചു, പാപപരിഹാരത്തിന് വേണ്ടി ചെല്ലണം അങ്ങോട്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം എന്ന് പറഞ്ഞിരിക്കുക. നാം എങ്ങനെ വേണം? ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മളെവിടെയാ? കൃപയില. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം. എല്ലാം വിശ്വാസത്താൽ, എല്ലാം അവൻ മൂലം. ഈ നിങ്ങൾ ലേഖനങ്ങൾ വായിച്ചാലുണ്ടല്ലോ, ആ വാക്ക് ആവർത്തിച്ച് അതിന് അടിയിൽ വരയ്ക്കണം. അവനിൽ, അവൻ മുഖാന്തരം, അവനാൽ, യേശുക്രിസ്തുവിൽ, ക്രിസ്തുവേശുവിൽ. ഈ ലേഖനങ്ങളിലെല്ലാം നമ്മൾ ആശീർവാദം എങ്ങനെ പറയുന്നത്? ആശീർവാദം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ അല്ലേ? എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 13-ാം അല്ലേ? അവിടെ എങ്ങനെയാണ് ഓർഡർ? എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം. അപ്പൊ ഇവിടെ നമ്മൾ സ്നാനപ്പെടുന്നത് എങ്ങനെയാണ്? സ്നാനത്തിന് എങ്ങനെ ഓർഡർ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ. ഇവിടെ ഓർഡർ തെറ്റിച്ചോ? ഇല്ല, തെറ്റിച്ചതല്ല. അവിടെ ആദ്യത പുത്രന്റെ കൃപ. ഇനി ഈ ആശീർവാദം തന്നെ സംക്ഷിപ്തമായിട്ട് മറ്റു ലേഖനങ്ങളിലുണ്ട് ഇല്ലേ? അവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മറ്റു ലേഖനങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ, ചിലയിടത്ത് കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ കൃപയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കൃപ മാറ്റി വെച്ചതായിരിക്കും. ഈ കൃപയില്ല, കൃപയാലല്ല. കൃപ എന്താണ്? അനർഹമായ ദാനം, അർഹിക്കാത്ത ദാനം. അപ്പൊ കൃപ എന്ന് മാറ്റി വെച്ചാലോ പിന്നെ വിശ്വാസത്തിന് ഗുണമില്ലാതെ വരും, അർത്ഥമില്ലാതെ വരും. അപ്പൊ ഇത് അതുകൊണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് എല്ലാ ദിവസവും നമ്മൾ ചോദിക്കേണ്ടത് അതാണ്. എന്ത്? കൃപ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വണ്ടി ഓടിക്കുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ചില ക്ലാസ് നടന്നുകൊണ്ട്, സ്കൂളിൽ കോളേജിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ദൈവത്തോട് അപേക്ഷിക്കേണ്ടത്, ചോദിക്കേണ്ടത് കൃപയ്ക്കായിട്ടാണ്. കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കൃപ നാം ആകുന്നത് കൃപയാലാണ്. ദൈവത്തിന് മക്കളായിരിക്കുന്ന കൃപയാലാണ്. ദൈവമക്കൾ എന്ന പോലെ ജീവിക്കാനായിട്ടുള്ള ശക്തി ലഭിക്കേണ്ടുന്നത് കൃപയിൽ കൂടിയാണ്. നമ്മുടെ മിടുക്കൊണ്ടല്ല, ജീവിക്കാൻ സാധിക്കില്ല നമ്മുടെ മിടുക്കൊണ്ട്. ലോകമയത്വം ഉണ്ടല്ലോ, ലൗകികത്വം, ലോകത്തിന്റെ ആസക്തി, ജഡത്തിന്റെ ആസക്തി, പൈശാചികന്റെ പ്രലോഭനങ്ങളെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, എതിരിടാനായിട്ടുള്ള ശക്തി ലഭിക്കുന്നത് ഈ കൃപാസനത്തിൽ നിന്നുള്ള കൃപയാണ്. ആ കൃപയിലേക്ക് ദൈവം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ അതാണ് ചോദിക്കേണ്ടത് ഓരോ ദിവസം. നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് റെസിസ്റ്റിംഗ് പവർ ഇല്ല. അടുത്തൂടെ ഒരു പനിയുള്ള ആൾ പോയി കഴിഞ്ഞാൽ പനി നമുക്ക് കയറി പിടിക്കുന്ന പോലെ ഏതെല്ലാം പ്രലോഭനങ്ങൾ പോയാൽ അതെല്ലാം നമ്മുടെ തലമണ്ടയിലേക്ക് കയറും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ അനുഗ്രഹം, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ മൂന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ വാക്യങ്ങളോട് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ, രണ്ടാം വാക്യത്തിനോട് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം നൽകുന്ന
വിശ്വാസത്താലുള്ള നീതീകരണം മാത്രം നൽകുന്ന ഒന്നാണ് എന്ത്? പ്രത്യാശ. വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ, കൃപയാലുള്ള രക്ഷയിൽ, ആത്മരക്ഷയിൽ വിശ്വസിക്കാത്ത ഒരാൾക്കും എന്തില്ല? ഉറപ്പായ പ്രത്യാശയുണ്ടോ? ഉണ്ടോ? താഴെ പറയുന്നുണ്ടല്ലോ, പ്രത്യാശയ്ക്കോ, 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗമില്ലാത്ത പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ എന്തിനാൽ മാത്രം കിട്ടുന്നതാണ്? വിശ്വാസത്താൽ മാത്രം. വിശ്വാസത്താലുള്ള നീതീകരണം മാത്രം നൽകുന്നതാണ് ആ പ്രത്യാശ. ഈ ആത്മരക്ഷ പ്രവൃത്തിയാൽ നേടാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് എന്തുറപ്പാണുള്ളത്? സ്വർഗത്തിൽ പോകുന്നു ഉണ്ടോ? അവർ തന്നെ പറയുന്നത് ഇല്ല, അത് തമ്പുരാൻ അറിയുന്ന ഒരു കാര്യമാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ ബസ്പുർഖാനയിൽ നിന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ മനുഷ്യനോടെ ചെയ്യുന്നത്. ഒരാൾ മരിച്ചതിന് ശേഷം ആത്മശാന്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ പാപിയായിരുന്നെന്നും നരകയോഗ്യനായിരുന്നെന്നും സ്വർഗത്തിൽ പോകാനുള്ള ഒരു യോഗ്യനായിരുന്നെന്നും ഉള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. എന്താ ആശ? നരകത്തിൽ പോകുന്ന ആശ. സ്വർഗത്തിൽ പോകുന്നുള്ള ഒരു ആശയം ഇല്ല, ആരെ സംബന്ധിച്ചില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപയിൽ അധിഷ്ഠിതമായ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് എന്തുണ്ട്? ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു. നമുക്ക് പ്രത്യാശ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരനെ അവിടെ അടുത്ത ഒരാൾ മരിച്ചപ്പോൾ ഞാൻ പോയി കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ബന്ധുക്കളൊക്കെ ഇതുപോലെ, അപ്പോൾ നമ്മുടെ പാട്ട് അവിടെ പാടുന്നത്. അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ അവിടെ, ഞാൻ പറഞ്ഞിപ്പോൾ അതൊക്കെ പാടുന്ന ആളുകൾ ഈ സമയമാരോടത്തിൽ നിന്നൊക്കെ നാഗൽ സാഹിത്യത്തിൻ്റെ പ്രതൃകാരനായ നാഗൽ സാഹിത്യത്തിൻ്റെ പാട്ടാണെന്നുള്ളത് എത്ര മനുഷ്യർക്ക് അറിയാം, അറിഞ്ഞുകൂടല്ലോ, എല്ലാവരും പാടുന്നത്, ഒരു തെറ്റല്ല. അതേ ഇങ്ങനെ പറഞ്ഞു, ആ സൗരം പറഞ്ഞു, ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് പറയും, വലിയ പാടാ പ്രാർത്ഥിക്കാൻ, ഇനിയും കാണാമല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനോ ആശ്വാസവാക്ക് പറയാനോ പറ്റുമോ? പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിയ ദൈനംദിനായി പോകും. എന്നാൽ വിശ്വാസത്താൽ നീതീകരണം നൽകുന്ന, വിശ്വാസത്താലുള്ള നീതീകരണം മാത്രം നൽകുന്ന ഒന്നാമത്തെ അനുഗ്രഹം ദൈവത്തോട് നിത്യമായ സമാധാനം. 2, ദൈവകൃപയിലേക്കുള്ള പ്രവേശനം. വിശ്വസിക്കാത്തവൻ എവിടെ നിൽക്കുന്നത്? ദൈവകൃപയുടെ പുറത്താണ്, കൃപാസനത്തിന്റെ പുറത്താണ്, അതിവിശുദ്ധ സ്ഥലത്തിന് പുറത്താണ്. അവൻ ആ പ്രാകാരത്തിൽ ഇന്നും നിൽക്കുക. പ്രാകാരത്തിന് മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിത്യേന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എബ്രായർ 9 പറയുന്നത് ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമാകുന്നു. അത് എന്താണ്? വഴിപാട് യാഗങ്ങളുമാകുന്ന കർമ്മങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാനായിട്ട് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരൻ നിൽക്കുന്ന പ്രാകാരത്തിന്റെയും അതിവിശുദ്ധ സ്ഥലത്തിന്റെയും നടുവിലുള്ള ഈ വിശുദ്ധ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്നും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊരു തടസ്സമാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അതായത് കൃപാസനത്തിലേക്ക് ചെല്ലാതിരിക്കുക. കർമ്മത്തിൽ ആശ്രയിക്കുന്നവർ കൃപയിൽ നിന്ന് അകലെ, കൃപാസനത്തിന് പുറത്താണ്. നമുക്ക് വിശ്വാസത്താൽ ഈ കൃപയിലേക്ക് പ്രവേശനം കിട്ടി. വിശ്വാസാല നീതീകരണം നമുക്ക് നൽകിയ 2ാമത്തെ അനുഗ്രഹം. 3ാമത്തെ അനുഗ്രഹം നിത്യമായ പ്രത്യാശ, ഭംഗം വരാത്ത പ്രത്യാശ. അത് കൃപയായ വിശ്വാസത്താൽ ലഭിച്ച, പ്രവൃത്തിയാണെങ്കിൽ അതില്ല. അപ്പൊ അതിന് ഒരു 1-2 വാക്കുകളിൽ ഇങ്ങനെ ഒന്ന് നിർവചിക്കട്ടെ. ദൈവത്തോടുള്ള സമാധാനം ഭൂതകാലത്തെ സംരക്ഷിക്കുന്നു. അയ്യോ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് 10 കൊല്ലം മുമ്പ്, 5 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ് ഇന്ന പാപങ്ങൾ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം ഭൂതകാലത്ത് എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അതാണ് ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്നത് ഭൂതകാലത്തെ സംരക്ഷിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് കൃപയിലുള്ള പ്രവേശനം എന്ന് പറയുന്നത് വർത്തമാനകാലത്തെ സംരക്ഷിക്കുന്നു. ഞാനല്ല സംരക്ഷിക്കുന്നത്, പിന്നെ ഈ കൃപയാണ് എന്നെ സംരക്ഷിച്ച് നടത്തുന്നത്. അവിടെ ഒരു വാക്യമുണ്ടല്ലോ,
തീത്തോസിന്റെ ലേഖനത്തിൽ കൃപ നിങ്ങളെ ശിക്ഷിച്ച് വളർത്തുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ കൃപ നിങ്ങൾ പിന്നീട് തെരഞ്ഞെടുത്ത് വായിച്ചാൽ മതി. കൃപ ശിക്ഷിച്ച് വളർത്തുക. കൃപയാണ് എല്ലാം ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവവിധനെ നടത്തുന്നതും സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും വിശുദ്ധീകരിക്കുന്നതും ദൈവകൃപയാണ്. 3-ാമത്തേത് ദൈവമഹത്വത്തെ, ദൈവ തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശ ഭാവി കാലത്തെ സംരക്ഷിക്കുന്നു. 3 കാര്യം പറഞ്ഞു. ദൈവത്തോടുള്ള സമാധാനം ഭൂതകാലത്തെ സംരക്ഷിക്കുന്നു. പിന്നെ ദൈവത്തിങ്കലേക്കുള്ള പ്രവേശനം, കൃപയിലേക്കുള്ള പ്രവേശനം വർത്തമാനകാലത്തെ സംരക്ഷിക്കുന്നു. ദൈവമഹത്വത്തെ, ദൈവതേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശ ഭാവി കാലത്തെ സംരക്ഷിക്കുന്നു. 4-ാമത്തെ അനുഗ്രഹം 1-2 കൂടെ വേഗത്തിൽ പറയും. 3 മുതൽ 5 വരെയുള്ള വായിക്കും. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അതിന് നമുക്ക് ഇങ്ങനെ പറയാം, വിശ്വാസത്താലുള്ള നീതീകരണം ജീവിതത്തിൽ പുതിയ ഒരു കാഴ്ചപ്പാട് നൽകുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാട് തരുന്നു. പുതിയ കാഴ്ചപ്പാടുകൾ. ഈ കഷ്ടങ്ങളെ സാധാരണയായി ലോകം എങ്ങനെ കാണുന്നത്? കഷ്ടപ്പാട്, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, രോഗം, കഷ്ടങ്ങളെ ലോകം എങ്ങനെ കാണുന്നു? ഒരു ഒരു ശാപമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു ഗതി ഒരു അറപ്പോടുകൂടെ, ഒരു വെറുപ്പോടുകൂടെ ഒക്കെയാണ് അങ്ങനെ ആളുകൾ കാണുന്നത്. ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ലോകത്തിൻ്റെ. നമുക്ക് നല്ല വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ ധാരാളം പണമുള്ള, നല്ല വാഹനമുള്ള, സൗന്ദര്യമുള്ള ആളുകൾക്ക് സമൂഹം കൊടുക്കും, ബഹുമാനം കൊടുക്കും, ഇല്ലേ? ബഹുമാനം കൊടുക്കും. അതാണ് സമൂഹം ചെയ്യുന്നത്. എന്നാൽ എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരാളെ നമുക്ക് എങ്ങനെയായിരിക്കും? ഞാൻ ഉദാഹരണം കർത്താവിന് ശിഷ്യന്മാരെന്ന് പറയും. അപ്പോസ്തലനായ പൗലോസിനെ എങ്ങനെ കണ്ടേ? 1-ാം നൂറ്റാണ്ടിലെ സഭകൾ ആളുകൾ എങ്ങനെ കണ്ടേ? എന്തിനു വിലയുണ്ടായിരുന്നു? നമ്മളെ വില കൊടുത്ത് കാണുന്നത്. പൗലോസിലേക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല. കാരണം അതോടെ പൊരുന്നലേഖനം പറയുന്നുണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ആരുടേത്? പൗലോസിൻ്റെത്. അതുകൊണ്ട് പൗലോസിനെ പറയുക, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം, ആരാ നാം? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടങ്ങളെ ഒരു ശാപമായിട്ട്, ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ കണക്കാക്കുന്നില്ല. അവർ കഷ്ടങ്ങളെ ക്രിസ്തുവിന്റെ മാർഗമായിട്ട് കണക്കാക്കി ക്രിസ്തുവിൽ കൂടെയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിൽ കൂടെ ദൈവം ഒരു മനുഷ്യന്, ഒരു ക്രിസ്തു വിശ്വാസിക്ക് നൽകുന്ന ആത്മീയമായ സിദ്ധതയിലേക്ക് നടന്നു കയറുവാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഒരു ദൈവം കഷ്ടതയെ കാണുന്നത്, കാണേണ്ടത്. അപ്പൊ കാഴ്ചപ്പാടിന് മാറ്റം വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടത 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മോട് ചോദിക്കാതെ വരുന്നതാണ്, മറ്റൊന്ന് നമ്മൾ ഏറ്റെടുക്കുന്നതാണ്, അല്ലേ? ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സമുദായത്തിൽ നിന്ന്, ഒരു മറ്റു മതത്തിൽ നിന്നൊക്കെ യേശുവിനെ സ്വീകരിച്ചു വരുന്ന ആളുകൾ പലവിധ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്, വെള്ളം നിഷേധിക്കുന്നുണ്ട്, വാഹനം നിഷേധിക്കുന്നുണ്ട്. അപ്പം അവർ സ്വയം അതെന്ത് ചെയ്യാം? ഏറ്റെടുക്കുന്ന കഷ്ടമാണ്. അല്ലാതെയുള്ള കഷ്ടങ്ങളുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എന്തെല്ലാം കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചു. അപ്പൊ ഏറ്റെടുക്കുന്ന കഷ്ടങ്ങളുണ്ട്, വരുന്ന കഷ്ടങ്ങളുണ്ട്. ഏത് കഷ്ടമാണെങ്കിലും കർത്താവ് കൊടുത്തൊരു കഷ്ടമാണ് തന്റെ ശരീരത്തിനുണ്ടായ ശൂലം. കർത്താവ് എന്ത് പരിപാടി കാണിക്കുന്നത്? ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ട ആളല്ലേ, എന്ത് ഇത് മാറ്റാത്ത എന്ന് ചോദിച്ചോ?
3 വട്ടം ചോദിച്ചു, ഇത് മാറ്റാമല്ല വഴിയുണ്ടോ? കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് എടുത്ത് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ലോകത്തിൽ ഉയരാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല. ക്രിസ്തുവിന്റെ മാർഗം പത്രോസിലെ പറയുന്നുണ്ട്, 4-ാമത്തെ 1-ാം വാക്യം എന്താ? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും അത് തന്നെ ആയുധമായി ധരിപ്പീൻ. പറ്റുമോ? മാറിപ്പോകട്ടെ സകല പ്രശ്നങ്ങളെന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം എല്ലാം പ്രാർത്ഥിക്കുന്ന എന്താ? എല്ലാ കഷ്ടപ്പാടുകളും മാറിപ്പോകട്ടെ, അപ്പുറത്തവന്റെ പോലെ എനിക്ക് ആകണം. അല്ല, കർത്താവേ സ്തോത്രം, പൗലോസ് പറഞ്ഞ സ്തോത്രം, ഞാൻ എൻ്റെ ബലഹീനതകളിൽ ഈ പുതിയ കാഴ്ചപ്പാട് കിട്ടിയത് ദൈവം മാത്രം രാജാവായി, ക്രിസ്തു മാത്രം കർത്താവായ ജീവിതത്തിൽ വന്നപ്പോൾ ലഭിച്ച കാഴ്ചപ്പാട്. എത്ര വലുതാണ്! ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. സിദ്ധത എന്ന് പറയുന്നത് പെർഫെക്ഷനിലേക്ക്, പൂർണ്ണതയിലേക്ക്. ക്രിസ്തുവിൽ നമ്മൾ ഓൾറെഡി പൂർണ്ണരാണ്. പ്രായോഗികമായ നിലവിലേക്ക് വരണമെങ്കിൽ കഷ്ടതയിൽ കൂടെ പോയാൽ, കഷ്ടത എന്തുണ്ടാക്കുന്നതാണ്? സഹിഷ്ണുത, സഹനശക്തി, പേഷ്യൻസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് നടത്തി ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ ആ ആൾക്ക്, ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് തന്നെ അവർ ചോദിക്കുന്ന എല്ലാ കാര്യം, അവർ ഉദ്ദേശിക്കുന്ന എല്ലാം നമ്മൾ നടത്തി കൊടുക്കുക. ആ കുട്ടിക്ക് എന്തുണ്ടാവില്ല? ആ കുട്ടിയോട് നമ്മൾ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ നോ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടില്ല. കഷ്ടത അറിയത്തില്ല, പേഷ്യൻസ് ഒരിക്കലും ഉണ്ടാകില്ല, സഹനശക്തി. ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പോൾ അത് സഹിക്കുവാൻ, അത് അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു 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 സ്വഭാവം ജീവിതത്തിൽ ഇല്ല. അങ്ങനെയുള്ളവർക്ക് പക്വതയിലേക്ക്, പാകതയിലേക്ക്, അതാണ് സിദ്ധത, വളരാനായിട്ട് കഴിയും, ഒരിക്കലും കഴിയും. അപ്പോൾ കഷ്ടത, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പൊ കഷ്ടങ്ങൾ വരുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തീയ സ്വഭാവങ്ങൾ എന്നിൽ പെരുക്കുവാൻ, ആത്മസ്വഭാവം പെരുക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ചവിട്ടുപടിയാണെന്ന് കണക്കാക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. അതിനോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. ദൈവം എന്നോട് എപ്പോഴെങ്കിലും നമുക്ക് പറയാം. കർത്താവ്